സംസ്ഥാനത്ത് പുതിയതായി ഏർപ്പെടുത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരങ്ങൾ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വന്ന ശേഷം മുന്നോട്ട് വെച്ച ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണങ്ങൾ ഈ മാസം 1-ാം തീയതിയാണ് നടപ്പിലാക്കിയത്. പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ എല്ലാ കോണിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ മന്ത്രി പരിഷ്കരണങ്ങൾ നടപ്പാക്കുകയായിരുന്നു. മെയ് മുതൽ റിവേഴ്സ് പാർക്കിംഗും ഗ്രേഡിയന്റ് പരീക്ഷണവും ഉൾപ്പെടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കാനായിരുന്നു ഉത്തരവ്. നിലവിൽ 4 ചക്ര വാഹനങ്ങൾക്ക് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് നടത്തുക. റോഡ് ടെസ്റ്റിൽ വിജയിച്ചാൽ മാത്രമേ എച്ച് എടുക്കാൻ അനുവദിക്കൂ. മുമ്പ് തിരിച്ചായിരുന്നു. ടെസ്റ്റ് കർശനമാക്കുന്നതിന്റെ ഭാഗമാണിത്. പലപ്പോഴും റോഡ് ടെസ്റ്റ് വഴിപാടായി മാറുന്നുവെന്ന വിമർശനം ഒഴിവാക്കാൻ കൂടിയാണ് ഈ പുതിയ പരിഷ്കാരം. ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കി നന്നായി വാഹനം ഓടിക്കാനായാൽ എച്ച് ടെസ്റ്റ് കഠിനമായി തോന്നില്ലെന്നും വിലയിരുത്തുന്നു. പുതുതായി 40 പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട 20 പേർക്കും അടക്കം 60 പേർക്കായിരിക്കും ദിവസവും ടെസ്റ്റ് നടത്തുക. അതേസമയം പുതിയ പരിഷ്കരണത്തിൽ ഇതുവരെ സർക്കുലർ ഇറക്കിയിട്ടില്ല. പ്രതിദിന ടെസ്റ്റ് 60 ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നു. മറ്റൊരു കാര്യം, മന്ത്രിയുടെ പരിഷ്കരണത്തിന് നേരെ ഭരണപക്ഷ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ മുഖം തിരിച്ചിരിക്കുകയാണ്. CITU ഉൾപ്പെടെ INTUC, BMS സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള പുതിയ ട്രാക്കുകൾ കേരളത്തിൽ ഒരിടത്തും തയ്യാറായിട്ടില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു. ഡ്രൈവിംഗ് സ്കൂൾ വഴി രജിസ്റ്റർ ചെയ്യാതെ നേരിട്ട് രജിസ്റ്റർ ചെയ്തവർ ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിലും പ്രതിഷേധമുണ്ട്. മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് അടച്ചുകെട്ടി കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചിരുന്നു. ടെസ്റ്റിനുള്ള വാഹനങ്ങൾ വിട്ടുനൽകുന്നില്ലെന്നും പരിഷ്കരണം പ്രായോഗികമല്ലെന്നുമാണ് ഉടമകൾ പറയുന്നത്. ഈ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സംയുക്ത സമരസമിതി. വിഷയത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം. അതേസമയം പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന്റെ ചുവട് പിടിച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം. ഗിയറില്ലാത്ത ഇരുചക്ര വാഹനം ഉപയോഗിച്ചുള്ള ടെസ്റ്റ് നടത്തുന്നതും 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നതും കാര്യക്ഷമത കൂട്ടാനാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ഇളവുകളൊന്നും നടത്താതെ ടെസ്റ്റ് നടത്തിയപ്പോഴാകട്ടെ പങ്കെടുത്ത ഭൂരിഭാഗം പേരും തോൽക്കുകയും ചെയ്യുന്നുവെന്നതാണ് അവസ്ഥ. ഈ വിഷയത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും അടക്കമുള്ളവർ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജിക്കാരുടെ വാദത്തെ കോടതി തള്ളി. ഡ്രൈവിംഗ് ലൈസൻസിലെ പരിഷ്കരണങ്ങൾ തുടരാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്.